ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അതോ വീടുകളിലിരുന്ന് ബോറടിച്ചോ? സാരമില്ല, എത്രയും വേഗം നിങ്ങൾക്ക് സ്കൂളിലും വേദപാഠത്തിന് പള്ളികളിലും ഒക്കെ പോയി പഠിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ എന്താ പഠിച്ചേ? 8 ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു. അതിനകത്ത് നിങ്ങൾ ദൈവകൽപ്പനകൾ പഠിച്ചു. പിന്നെയോ പ്രലോഭനങ്ങൾ എന്താണെന്ന് പഠിച്ചു. പിന്നെയോ ദൈവകൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി പുതിയ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? അതിനു മുൻപ്, ഒരു പുതിയ പാഠം തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. മിടുക്കന്മാർ. ഇനി ഒന്ന് കൈകൾ കൂപ്പിക്കേ, ഒന്ന് കണ്ണടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കുഞ്ഞുണ്ണി ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയെ അധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാനും അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ നമ്മൾ 9ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. 9ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? നിങ്ങളെല്ലാവരും പുസ്തകം ഒന്ന് എടുത്തേ. പുസ്തകത്തിൽ 42ാമത്തെ പേജ് എടുക്കുക. അതിൽ നമ്മൾ എന്താ കാണുന്നേ? ഒരു ഫോട്ടോ കണ്ടു അല്ലേ? അതിനകത്ത് ആരൊക്കെയുള്ളേ? മാതാവുണ്ട്, യൗസേ പിതാവ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണീശോയും ഉണ്ട്. അവരെന്താ ചെയ്യുന്നേ? ഉണ്ണീശോ മാതാപിതാക്കളെ ജോലികളിൽ സഹായിക്കുകയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ കാണാം. ഇനി നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? കൽപ്പനകൾ പാലിച്ച ഈശോ. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. കൽപ്പനകൾ പാലിച്ച ഈശോ. നമ്മുടെ ഈശോ ആരാ? നമ്മുടെ ദൈവമാണല്ലേ? അതേസമയം നമ്മുടെ രക്ഷകനാണ് അല്ലേ ഈശോ? ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനാണ്. ഈ ദൈവപുത്രനായ ഈശോ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈ ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈശോയെ പോലെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ പോലെ ആകാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ ഈശോയെ പോലെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോ ചെയ്തതുപോലെ നമ്മളും ചെയ്യണം. വേണോ? വേണം. അപ്പോൾ ഈശോ എവിടെയാ ജനിച്ചേ? ബെത്ലഹേമിലെ ഒരു കൊച്ചു കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത്. ഈശോയുടെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? എല്ലാവർക്കും അറിയാം. മാതാവ് മറിയവും വളർത്തു പിതാവ് യൗസേ പിതാവും. നിങ്ങൾക്ക് എല്ലാവർക്കും മാതാവിനെ യൗസേ പിതാവിനെ ഇഷ്ടമാണല്ലോ അല്ലേ? ഇഷ്ടമാണ്. അതുപോലെ ഈശോയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി ഈശോ ഏത് മതവിഭാഗത്തിലാണ് ജനിച്ചതെന്നറിയാമോ? നമ്മൾ ഏത് മതവിഭാഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്? നമ്മൾ ക്രിസ്ത്യാനികളാണല്ലേ? അതുപോലെ ഈശോ ജനിച്ചത് യഹൂദ മതത്തിലാണ്. യഹൂദ മതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ പാഠത്തിൽ 7ാം ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിച്ചു. ദൈവകൽപ്പനകൾ ഒരു 10 നിങ്ങൾ പഠിച്ചു അല്ലേ? ഒരു ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അങ്ങനെ 10 കൽപ്പനകൾ നമ്മൾ പഠിച്ചു. ഈ 10 കൽപ്പനകൾ മോശ വഴി ആദ്യം ആർക്കാ നൽകിയതെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന്, അതായത് യഹൂദ ജനത്തിനാണ് ദൈവം കൽപ്പനകൾ നൽകിയത്. അപ്പോൾ ഈ യഹൂദ മതത്തിലാണ് ഈശോ ജനിക്കുന്നത്. ഈ യഹൂദ മതത്തിന് ഈ ദൈവകൽപ്പനകളെ കൂടാതെ ഒരുപാട് വ്യത്യസ്തമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങളെല്ലാം പാലിച്ചാണ് ആര് വളർന്നു വന്നത്? ഈശോ വളർന്നു വന്നത്.
എന്തൊക്കെ നിയമങ്ങളായിരുന്നു എന്നറിയാമോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നവർക്ക്? നമുക്കറിയാം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നൊരു ദൈവകൽപ്പന. അതനുസരിച്ച് സാബത്തിൽ എല്ലാവരും ദേവാലയത്തിൽ സിനഗോഗിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയും പഠനത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈശോയും അതുപോലെ ചെയ്തിരുന്നു. പിന്നെ ആണ്ടുതോറും ദേവാലയത്തിൽ പോയി തിരുനാളുകളിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ പോയാണ് ഈശോയെ കാണാതെ പോയത്. നിങ്ങൾക്ക് ആ കഥ അറിയില്ലേ? അറിയാം. ജെറൂസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയിട്ട് തിരിച്ചു വന്ന മാതാവും യോസേപ്പ് പിതാവിനും എന്ത് സംഭവിച്ചു? ഉണ്ണീശോയെ കാണാതെ പോയി. ഈശോ എവിടെയായിരുന്നു? ഈശോ ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ദൈവിക ജ്ഞാനമുള്ള ഈശോ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈശോയെ തിരികെ കിട്ടിയ മാതാവും യോസേപ്പ് പിതാവും എന്ത് ചെയ്തു? അവർ നസ്രത്തിലേക്ക് തിരിച്ചുപോയി. നസ്രത്തിൽ ചെന്ന് മാതാവിനും യോസേപ്പ് പിതാവിനും വിധേയനായി ജീവിച്ചു എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയെപ്പറ്റി എഴുതിയിരിക്കുന്നത്. ഈ വിധേയനാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ജീവിച്ചു. ഈ ദൈവകൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഈശോയുടെ മാതാവ് ആരായിരുന്നു? മറിയമായിരുന്നു. വളർത്തുപിതാവോ? യോസേപ്പ് പിതാവും. ഈ മാതാവിനെയും യോസേപ്പ് പിതാവിനെയും അനുസരിച്ച്, എല്ലാ കാര്യങ്ങളിലും അനുസരിച്ച് നല്ല കുട്ടിയായിട്ടാണ് ഈശോ വളർന്നു വന്നത്. മാതാവിൻ്റെ ജോലി എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? മാതാവ് ഒരുപാട് വീട്ടിലെ ജോലികളൊക്കെ നിങ്ങളുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. തുന്നൽ പണി ചെയ്യുമായിരുന്നു. ഒരു ഐതിഹ്യമുണ്ട്, ഉണ്ണീശോയുടെ വസ്ത്രങ്ങളെല്ലാം തയ്ച്ചു കൊടുത്തിരുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പിന്നെ യോസേപ്പ് പിതാവിൻ്റെ ജോലി എന്തായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോസേപ്പ് പിതാവിൻ്റെ ജോലി ആശാരിപ്പണിയായിരുന്നു. ഈശോ ഈ ആശാരിപ്പണിയിൽ യോസേപ്പ് പിതാവിനെ സഹായിക്കുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പപ്പയെയും മമ്മിയെയും ഒക്കെ ജോലികളിൽ സഹായിക്കാറുണ്ടോ? ഉണ്ടല്ലേ? അതോ ഇങ്ങോട്ട് വാ മോനെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുമോ? പിന്നെ ഇതൊന്നും എടുത്തുകൊണ്ട് വരാവോ മോനെ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു പോകാറുണ്ടോ? ഇല്ല അല്ലേ? എല്ലാവരും ഈശോയുടെ നല്ല കുഞ്ഞുമക്കളാണ്. എല്ലാവർക്കും ഈശോയെപ്പോലെ വളരണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കളെ, വൈദികരെ, ടീച്ചർമാരെ, നിങ്ങളുടെ വല്യപ്പനെയും വല്യമ്മയും നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളെ ഒക്കെ അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് ജീവിക്കണം. ഈശോയെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ വീണ്ടും പറയുന്നുണ്ട്, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന്. ഈ ജ്ഞാനവും പ്രായവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയൊക്കെ എന്താ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ തന്നെ നമുക്കെടുക്കാം. ജ്ഞാനത്തിൽ വളർന്നു വന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നന്നായി പ്രാർത്ഥിച്ചാൽ ദൈവം ദാനമായി നൽകുന്ന ദൈവികമായ അറിവാണെന്ത്? ദൈവിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ. നമുക്കെല്ലാവർക്കും സയൻസും മാത്സും മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ദൈവത്തെക്കുറിച്ചുള്ള അറിവും വേണം അല്ലേ? നമ്മളെ സൃഷ്ടിച്ച നല്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. പിന്നെയോ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്കറിയണം. ദൈവത്തിന് എന്താ ഇഷ്ടം, ദൈവം എന്താണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്, അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രാർത്ഥിക്കണം, ഒപ്പം നന്നായി ബൈബിൾ വായിക്കണം. നിങ്ങളിപ്പോൾ ബൈബിളൊക്കെ വായിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾ ബൈബിൾ വായിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾക്കണം, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം, ഈശോയോട് നന്നായി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? ജ്ഞാനത്തിന് വേണ്ടി. ഈശോയെപ്പോലെ ജ്ഞാനത്തിൽ വളരാൻ വേണ്ടി. പിന്നെ ഈശോ പ്രായത്തിൽ വളർന്നു എന്ന് പറയുന്നുണ്ട്. ഈ പ്രായത്തിൽ വളർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രായത്തിൽ വളർന്നു. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സുണ്ടാവും? ഏകദേശം ഒരു 8 വയസ്സുണ്ടാവും അല്ലേ? നിങ്ങൾ 1 വയസ്സുള്ള കുട്ടിയെ പോലെയാണോ പെരുമാറുന്നത്? അല്ലല്ലോ. 8 വയസ്സുള്ള നല്ല മുതിർന്ന ഒരു കുട്ടിയെ പോലെ വളരെ പക്വമായിട്ടാണ് പെരുമാറുന്നത് അല്ലേ? അതുപോലെ
പ്രായത്തിനനുസരിച്ച് പക്വതയിൽ ഈശോ വളർന്നു വന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ആദ്യം ദൈവത്തിൻ്റെ പ്രീതിയിൽ എങ്ങനെയാണ് വളർന്നതെന്ന് നോക്കാം. ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മളെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലേ? അതുപോലെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായിട്ട് ഒഴുക്കപ്പെടും. അതുപോലെ ഈശോയെ, ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൽപ്പനകൾ പാലിക്കണം. ഈശോ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം നന്നായി പാലിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈശോയെ പോലെ ദൈവത്തിൻ്റെ പ്രീതിയിലേക്ക് വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവകൽപ്പനകൾ പാലിക്കണം. പിന്നെ നാലാമതായി മനുഷ്യരുടെ പ്രീതിയിൽ ഈശോ വളർന്നു വന്നു. ഈശോ ഒരുപാട് നന്മകൾ ചെയ്യുമായിരുന്നു. ഈശോ മാതാപിതാക്കളെ അനുസരിക്കുമായിരുന്നു. പിന്നെയോ മറ്റുള്ളവരെ ആദരിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മനുഷ്യരുടെ പ്രീതി ഈശോയ്ക്ക് നന്നായിട്ട് കിട്ടി. മനുഷ്യരുടെ പ്രീതി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ജീവിക്കണം, അല്ലേ? താന്തോന്നിയായിട്ട് ജീവിക്കുന്ന ഒരാളെയാണോ നന്നായിട്ട് ജീവിക്കുന്ന ഒരാളെയാണോ എല്ലാവർക്കും ഇഷ്ടം? നന്നായിട്ട് ജീവിക്കുന്ന ആളെയാണല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കണം? നന്നായിട്ട് ജീവിക്കുന്ന, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നല്ല കൽപ്പനകളൊക്കെ പാലിച്ച് നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം. പപ്പയെയും മമ്മിയെയും മൂത്ത സഹോദരങ്ങളെയും അതുപോലെ വല്യപ്പനെയും വല്യമ്മയെയും ടീച്ചർമാരെയും വൈദികരെയും ഒക്കെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരണം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? യഹൂദരുടെ നിയമങ്ങളെ പറ്റി പഠിച്ചു. യഹൂദരുടെ നിയമങ്ങൾ എങ്ങനെയാണ് ഈശോ പാലിച്ചതെന്ന് പഠിച്ചു. ഈശോ എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നതിനെപ്പറ്റി പഠിച്ചു. നമ്മൾ എപ്രകാരമാണ് വളർന്നു വരേണ്ടതെന്ന് പഠിച്ചു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ നമ്മളും നല്ല കുട്ടികളായി വളർന്നു വരണമെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുൻപ് നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകളൊന്ന് കൂപ്പിക്കേ, കണ്ണുകളൊന്ന് അടച്ചേ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുണ്ണീശോയെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ ഞങ്ങളെയും നല്ല കുഞ്ഞുങ്ങളാക്കി വളർത്തണമേ. ഈ ക്ലാസ്സിലൂടെ ഞങ്ങളിലേക്ക് അങ്ങ് വർഷിച്ച എല്ലാ അറിവിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിയാം.